നമസ്കാരം, ഋഷിപ്രകൃതം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാഗങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള വഴിപാടുകളും അതിന്റെ ഫലസിദ്ധികളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് കടക്കാം. സമ്പൽ സമൃദ്ധിക്കായിട്ട് നാഗങ്ങൾക്ക് ചെയ്യേണ്ട വഴിപാടുകൾ വെള്ളരി സമർപ്പിക്കുന്നതും ആയില്യം പൂജ, നൂറും പാല് എന്നിവ നടത്തുന്നതുമാണ്. വിദ്യാ പുരോഗതിക്കും ഉയർച്ചയ്ക്കും കീർത്തിക്കുമൊക്കെ ആയിട്ട് പുള്ളുവൻ പാട്ട് നടത്താവുന്നതാണ്. അതേപോലെ തന്നെ ധാന്യങ്ങളും ദിവ്യാഭരണങ്ങളും ഒക്കെ നാഗദൈവങ്ങൾക്ക് സമർപ്പിക്കുന്നതും നല്ലതാണ്. ആരോഗ്യം വീണ്ടു കിട്ടാനായിട്ട് ഉപ്പാണ് നാഗങ്ങൾക്ക് സമർപ്പിക്കേണ്ടത്. വിഷനാശത്തിനായിട്ട് നാഗങ്ങൾക്ക് മഞ്ഞൾ സമർപ്പിക്കാവുന്നതാണ്. ത്വക്ക് രോഗങ്ങൾ ഉള്ളവർ അത് രോഗശമനത്തിനായിട്ട് ചേമ്പ് സമർപ്പിക്കുക. പൊതുവായി എല്ലാ രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നതിനുമായി നാഗദൈവങ്ങൾക്ക് കുരുമുളക്, കടുക്, ചെറുപയർ എന്നിവ സമർപ്പിക്കാവുന്നതാണ്. ദീർഘായുസ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ നെയ്യ് സമർപ്പിക്കേണ്ടതാണ്. എല്ലാവിധത്തിലുള്ള സർപ്പദോഷങ്ങൾ പരിഹരിക്കാനായി പുറ്റുമുട്ടയും സർപ്പരൂപം തുടങ്ങിയവ സമർപ്പിക്കുക. ഇഷ്ടകാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് പാൽപായസം, നെയ്പായസം, പാൽ, കദളിപ്പഴം എന്നിവ സമർപ്പിക്കുക. സന്താന ലാഭത്തിനായിട്ട് നൂറും പാലും നടത്താവുന്നതാണ്. കൂടാതെ സർപ്പബലി, ആയില്യം പൂജ, ഉരുളി കമിഴ്ത്തൽ എന്നിവയൊക്കെ നടത്താവുന്നതാണ്. അറിഞ്ഞോ അറിയാതെയോ സർപ്പഹിംസാദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് പായസഹോമം, പാലും പഴവും സമർപ്പണം, അപ്പം, അവൽ, കരിക്ക് ഇവ സമർപ്പിക്കുന്നതും ദോഷശാന്തി നൽകും. ഓരോ ആഴ്ച ദിവസങ്ങളുടെയും ആധിപത്യം ഓരോ നാഗങ്ങൾക്കായിട്ട് ബ്രഹ്മാവ് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും ഇവരെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ആ ദിവസങ്ങളിൽ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഞായറാഴ്ച ദിവസം അനന്തനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. തിങ്കളാഴ്ചയാകട്ടെ വാസുകിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ചൊവ്വാഴ്ച തക്ഷകനെയും, ബുധനാഴ്ച കാർക്കോടകനെയും, വ്യാഴാഴ്ച പത്മനെയും, വെള്ളിയാഴ്ച മഹാപത്മനെയും, ശനിയാഴ്ച ശംഖുപാലനെയുമാണ് പ്രാർത്ഥിക്കേണ്ടത്. കന്നിമാസത്തിലെയും തുലാമാസത്തിലെയും ഒക്കെ ആയില്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ ദോഷങ്ങൾ ഏതുമാകട്ടെ അത് സർപ്പങ്ങൾക്ക് വഴിപാട് ചെയ്യുന്നതിലൂടെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ പ്രത്യക്ഷ ദൈവങ്ങളാണ് സർപ്പങ്ങൾ. സർപ്പപ്രീതി വരുത്തുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം വഴിപാടായി ചെയ്യുക. എല്ലാവർക്കും സർപ്പങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ മറ്റ് അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.